ഇപ്പൊ എന്റെ ബാക്കിലുള്ളത് ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ ശവകുടീരാണ്. ഇതിൽ ആരടക്കം ചെയ്തേക്കുന്നത് എനിക്കറിയാം, മുഹമ്മദ് ആദിൽ ഷാ. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു. അല്ല, മുഹമ്മദ് ആദിൽ ഷാ അല്ല, ആദിൽ ഷാ. ഇത് മുഹമ്മദ് ആദിൽ ഷാ ഇബ്രാഹിം ആദിൽ ഷായുടെ മോനാണ്. അതെ, ഇബ്രാഹിം ആദിൽ ഷാ അടക്കം ചെയ്തേക്കുന്ന ഇബ്രാഹിം റോസയിലാണ്. അത് നമ്മൾ കാണാൻ പോകും കേട്ടോ. അപ്പോൾ അതായിരുന്നു അപ്പോഴത്തെ ഏറ്റവും വലിയ ശവകുടീരം. അത് കഴിഞ്ഞിട്ട് തൻ്റെ മോനായ മുഹമ്മദ് ആദിൽ ഷാക്ക് ഏറ്റവും വലിയ ശവകുടീരം വേണം എന്നുള്ളൊരു ഇതിൽ ഗോൾഗുംബാസ് പണിത്. ഇയാളുടെ മോനായ അലി ആദിൽ ഷാ വീണ്ടും ഒരെണ്ണം പണിതിട്ടുണ്ട്. പക്ഷെ അത് പണി പൂർത്തിയാക്കിയില്ല. അതിനു മുമ്പ് പുള്ളി മരിച്ചുപോയി. അതൊക്കെയാണ് ഇതിൻ്റെ. ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിന് വേറെ കുറേ പ്രത്യേകതകളുണ്ട്. 30 വർഷം എടുത്തിട്ട് പണിതത്. പിന്നെയുള്ള പ്രത്യേകതകളൊക്കെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ എത്തിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 1460 തൊട്ട് 1686 വരെ ഉള്ള ഒരു സമയത്താണ് ഈ ആദിൽ ഷാ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്. അതിൽ സ്റ്റാർട്ടിങ് യൂസഫ് ആദിൽ ഷാ ആണ്. ശരി കേട്ടോ, എന്നാല് പിന്നെ കാണാം.